ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ സുഖം തന്നെയാണ്. ഒരുപാട് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ ഇടാതിരുന്നത് വേറൊന്നുമല്ല, നമുക്ക് കടയത്തെ തിരക്കും അതുപോലെ വീട്ടിൽ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആയത്തിനും സദ്യയ്ക്കും അല്ലാത്ത ചോറും കറിക്കൊക്കെ നമുക്ക് ഓർഡറുകൾ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം അടുപ്പിച്ച്. അപ്പോൾ അതിൻ്റെ തിരക്കും കടയത്തെ തിരക്കും ഒക്കെ കൂടെ ഒന്നിച്ചായിട്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചതുണ്ട്. അപ്പോൾ അത് സ്റ്റെപ്പായിട്ട് എന്തായാലും ഇടും കേട്ടോ. കൂട്ടുകാരെ എപ്പോഴും പറയില്ലേ, എടുത്തു വെച്ച വീഡിയോ ആണെങ്കിലും ഇടാതിരിക്കരുത് എന്നുള്ളത്. ഒരുപാട് വൈകിയായിട്ടാണെങ്കിലും ഞങ്ങൾ കാണാൻ റെഡിയാണെന്ന് പറയലില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. നമ്മളെ മക്കൾക്ക് സ്കൂളുള്ള ആ ഒരു ടൈമിലൊക്കെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അനുമോക്ക് മാത്രം ക്ലാസ് ഉണ്ട്, നമ്മളെ കണ്ണനും നന്ദുവിനും ക്ലാസ് ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും ഒന്ന് ലീവാക്കിയിട്ടുണ്ട്. അപ്പോൾ മക്കളിങ്ങനെ നന്ദു ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറയലുണ്ട് കേട്ടോ, അമ്മ ഒന്ന് ലീവാക്കണം എന്നുള്ളത് പറയലുണ്ട്. അപ്പോൾ ഞാൻ കുറേ ആയിട്ടുണ്ടായിരുന്നു ലീവ് എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ലീവാക്കിയതായിരുന്നു. അപ്പോൾ ലീവാണെങ്കിൽ പിന്നെ നമ്മൾ അടുക്കളയിൽ കയറുന്നത് കുറച്ച് വൈകിട്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഇന്ന് കുറച്ച് നേരം വൈകിയാണ് നമ്മൾ അടുക്കളയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് തലേ ദിവസത്തെ റവയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. രാത്രി ഞങ്ങൾക്ക് റവയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉഴുന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ട്. മാവ് നമ്മളെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ. അതുകൊണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ പരിപാടികളാണ്. ചോറ് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കരണ്ടടുപ്പുമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ വിറകടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം കുറച്ച് തേങ്ങാച്ചോറും ഉണ്ടാക്കി, അതേപോലെ തന്നെ കുറച്ച് റവയൊക്കെ ഉണ്ടാക്കി, ചിക്കനൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. ചിക്കൻ വാങ്ങാൻ നാടൻ കോഴി ഉണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേശ്ശൊക്കെ ഇരിക്കണേ കൊണ്ട് നമ്മൾ കുറച്ച് ദോശ ഉണ്ടാക്കി എടുക്കണുള്ളേ. അപ്പോൾ ഇരുമ്പിൻ്റെ ദോശച്ചട്ടി ഇപ്പോൾ നമ്മൾ വാങ്ങിയതാണ്. കുറേ ഞാൻ പറയില്ല എപ്പോഴും, എനിക്ക് അതിലുണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. നോൺ സ്റ്റിക്കിൽ അത്ര തന്നെ ഇഷ്ടമല്ല കേട്ടോ. ഇതിലാവുമ്പോൾ എണ്ണ പരട്ടിയിട്ട് ചുടുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ, നേരം വെയിൽ ഉദിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുള്ളത്. ഇപ്പോൾ പരിപാടികൾ ഇങ്ങനെ തുടങ്ങണുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനും അനുമോളും കണ്ണനും ഒക്കെ മാറി മാറി ദോശ ഉണ്ടാക്കണുണ്ട്. അപ്പോൾ ഈ ഒരു ദോശ സിമ്മിലാക്കി വെച്ചിട്ടാണ് പുറത്തു കൂടെയൊക്കെ പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മക്കളാവുമ്പോൾക്ക് കൂട്ടാനും കുറയ്ക്കാനും കുറച്ച് പണിയാണ് കേട്ടോ. ഒരേ തീയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അമ്മ ഇതാക്കണേ ഇന്ന് പായസ പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാക്കണേ തൊടിയേക്ക് അങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ കുറച്ച് പയറൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പയർ കൂട്ടുകാർ കണ്ടിട്ടില്ലേ, പുള്ളിപ്പയർ ഞങ്ങളിവിടെ പറയലുള്ളത് കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ വർക്കുണ്ട്. അപ്പോൾ ഏട്ടനും അതാ പല്ലൊക്കെ തേക്കുന്നുണ്ട്. അതിൽ നടന്നാണ് പല്ലൊക്കെ തേക്കുന്നത്. അപ്പോഴേക്കും ഒരു കാട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ അമ്മക്കും ചെയ്യാനൊരു ആഗ്രഹമാണ് കേട്ടോ. ആസ്വദിച്ച് പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നമുക്ക് പല്ലൊക്കെ തേച്ച് നടക്കാം. പക്ഷേ എങ്കിലും അതിനൊന്നും നമുക്ക് സമയം കിട്ടൂല കേട്ടോ. ഇനിയിപ്പോൾ കടയ്ക്ക് പോണില്ലെങ്കിലും അന്നത്തെ ദിവസം നമ്മൾ നേരം വഴുകി നീക്കിക്കൊണ്ട് പിന്നെയും അടുക്കളയിൽ തിരക്കായിരിക്കും. അങ്ങനെ ആ ഒരു ആസ്വാദനമൊക്കെ കുറേ പണ്ട് ആസ്വദിച്ചതാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ആലോചിക്കും. ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, മുറ്റത്ത് കൂടെ പല്ലൊക്കെ തേച്ച് നടന്ന് പൂക്കളും ചെടികളൊക്കെ നോക്കി അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ ബോഗൻവില്ല എപ്പോഴും കൂട്ടുകാർ പറയണതാണ് വീഡിയോയിൽ കാണിക്കണം കേട്ടോ എന്നുള്ളത്. ഇപ്പോഴും പൂവ് പോയിട്ടില്ല. പിന്നെ നമ്മൾ ആ മുന്നിലുണ്ടായിരുന്ന ആ ഒരു ബോഗൻവില്ലല്ലേ, അതൊക്കെ കുറച്ച് വെട്ടി നിർത്തിയിട്ടുണ്ടേ. പിന്നെ അതാ നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടാണ് മാങ്ങ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു രാവിലെ പോവുക വൈകുന്നേരം വരിക ആ ഒരു തിരക്കിൽ ഞാൻ ശരിക്കും ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഇവരിങ്ങനെ പറഞ്ഞിരുന്നു എന്നല്ലാതെ കണ്ടിട്ടില്ല. രാവിലെ ആയാലും പോകുമ്പോഴും നമുക്ക് പുറത്തേക്കൊന്നും നോക്കാനൊരു ടൈം ഉണ്ടാവില്ല. വൈകുന്നേരം ആയാലും രാത്രി 9 മണി 9:30 ആയിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് അപ്പോഴും കാണില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെ ഒന്ന് കണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂട്ടുകാർ പറയലുണ്ടല്ലോ എല്ലാം ഇതൊന്ന് കാണിച്ച് തരുമുണ്ടോ എന്നുള്ളത്. പിന്നെ അത് ആപ്പിൾച്ചാമ്പയ്ക്കാണ് കേട്ടോ. അത് ചെറുതാണ്, ബഡ്ഡയ്യാണ്. അപ്പോൾ അതിന് ഇപ്പം തന്നെ കുറേ കായകളുണ്ടായി, നമ്മൾ പറക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇതും തന്നെ കിലോ പേര എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്ന് തൈകൾ വാങ്ങിയപ്പോൾ വാങ്ങിയ കൂട്ടത്തിലുള്ളതാണ്. കിലോ പേര അത്ര വലുപ്പം ആയിട്ടില്ല, ഇത് ആവണുള്ളല്ലോ. ഫസ്റ്റ് ടൈമാണ് ഇതിങ്ങനെ കായ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ കായ പറിച്ചിട്ടുണ്ട്. സാധാ പേരയ്ക്കേൻ്റെ അത്ര വലുപ്പമുള്ളതാണ് നമ്മൾ പറിച്ചിട്ടുള്ളത് കേട്ടോ. ഞങ്ങളിവിടെ ശരിക്കും അടയ്ക്കാപ്പഴം എന്നാണ് കേട്ടോ പേരയ്ക്ക് പറയലുള്ളത്. നമ്മളെ നാടൻ ഭാഷയിൽ മലപ്പുറത്തുള്ള അധികം ആൾക്കാരും പറയുക അടയ്ക്കാപ്പഴം എന്നുള്ളതാണ്. പിന്നെ പേരയ്ക്ക എന്ന് പറയും. ഇനി അതിന് വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ തൊടിയിലൊക്കെ കാട് വെട്ടും ഇതൊക്കെ ചെയ്യുകൊണ്ട് കാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പം നല്ല വെയിലും അല്ലേ, അങ്ങനെ ഉണങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ കറിവേപ്പൊക്കെ ഇപ്പം ഒന്ന് തളർത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ചെടികൾക്കും അതിനൊക്കെ നനയ്ക്കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അച്ചമ്മ ഉണ്ട് അവിടെ ഉമ്മർത്തിരിക്കണേ. ഇന്നിപ്പോൾ കരിമ്പ് ചിരണ്ടാനൊന്നും പണിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കരിമ്പ് ഇതാ നമ്മൾ കാറ് വാങ്ങിയതിന് ശേഷം ആ ഒരു മൂച്ചീൻ്റെ ചോട്ടിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒഴിഞ്ഞിരുന്ന് ചിരണ്ടാലോ, മറ്റേത് അകത്തേക്കൊക്കെ പൊടി തന്നെയായിരുന്നു. പിന്നെ ഏട്ടൻ കുഴിച്ചിട്ട ഓണച്ചെടിയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. കണ്ണനും ഇത്ര നേരം തൊടിയിൽ കൂടെ നടക്കുന്നതായിരുന്നു. ഇപ്പോൾ അതാ കയറി വന്നിട്ട് ദോശ ഉണ്ടാക്കാൻ കൂടുകയാണ് കേട്ടോ അനുമോളപ്പം.
ഇവർക്ക് ഞാനിവിടെ ലീവാക്കിയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓണവും വിഷുവൊക്കെ വന്നൊരു പ്രീതിയാണ് ഞാനിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൾക്ക് ദോശയൊക്കെ പരത്താൻ ശരിക്കും അറിയും. ഞാൻ ആദ്യം മുതലേ ഇതിനൊക്കെ സമ്മതിക്കുന്നതാണ് കേട്ടോ. ഓനായേ മുതലേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ ആ ഒരു വീതിനപ്പുറത്ത് ഇരുത്തിയിട്ട് ഓരോ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വലുതായിട്ട് പിന്നെ ഓല് കുറേ അങ്ങനെ ആക്കി വെക്കും, പക്ഷെ ശരിയാവില്ല. പിന്നെ അങ്ങനെ ശരിയായി കിട്ടും. അങ്ങനെ ഇപ്പോൾ ഏതായാലും ദോശയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ സംഭവങ്ങളും ഒരു ചെയ്യുമ്പോഴും അതിലൊക്കെ കുറേ പഴയ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓരോ ഓർമ്മ പുതുക്കലാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതാ ചട്നി റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാവുകൊണ്ടൊക്കെ പെട്ടെന്ന് ആക്കിയെടുക്കാമല്ലോ. അതുകൊണ്ട് നമുക്ക് എത്ര നേരം വഴുകിയാലും ഒരു കുഴപ്പം തോന്നലില്ല കേട്ടോ. നേരം വഴുകുക എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെയല്ലേ നമ്മൾ എന്തായാലും കിടക്കുള്ളൂ. അതിനപ്പുറം നമ്മൾ ചെയ്യൂലല്ലോ. നമുക്ക് ഓരോ കണക്കൂട്ടലുകളില്ല, ഇന്നത് ചെയ്യണം, അതാക്കണം, ഇതാക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാ ഇന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 അടയ്ക്കാപ്പഴം ഇന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ റവ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് ഇന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നെഞ്ഞൊക്കെ നേറിയാലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവില്ല ചിലർക്ക്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടതാക്കണേ ദോശയും ചട്നിയും കൂടിയാണ് കഴിക്കുന്നത്. ചിക്കനും വേണ്ടായിരുന്നു. പിന്നെ ചോറിലേക്ക് ഞാൻ ചിക്കനൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. പിന്നെ തട്ടിക്കൂട്ട് ഒരു തൈര് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കി കൊടുത്തു, പപ്പടം ആക്കി കൊടുത്തു. അങ്ങനെ ഏട്ടനെ ഓരോ വേണ്ട സമയത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ വന്നിരുന്നു, പണിക്കാരൊക്കെ വന്നിട്ട് ഒന്നിച്ചങ്ങനെ പോയിട്ടോ. അപ്പോൾ ഓരോ അങ്ങോട്ട് ആക്കിയാൽ തന്നെ നമുക്കൊരു സമാധാനമാണ് കേട്ടോ. ഓർക്കെല്ലാം ആക്കി കൊടുത്തിട്ട് പറഞ്ഞയച്ചാൽ ഒരു സമാധാനമാണ്. അത് കഴിഞ്ഞതാ അമ്മ എന്നാൽ ഞാൻ ഏതായാലും ഇവിടെ ഉള്ളതല്ലേ, അപ്പോൾ അമ്മേൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്കൊന്ന് പോവുകയാണേ. അപ്പോൾ ഞാൻ ഉള്ളപ്പോഴല്ലേ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. മറ്റേത് മക്കൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അമ്മയ്ക്കും തന്നെ ഇങ്ങോട്ട് പോകണത് ഒരു ഇടങ്ങാറല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ പോകലില്ല. അപ്പോൾ ഇതാക്കണേ ഞങ്ങൾ 3 ചായ കുടിക്കാതിരുന്നതാണ്. അനുമോളാണെങ്കിൽ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കൊന്ന് കുറച്ച് നേരം ക്ലാസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഓക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ 3 നേരം വഴുകിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഞാനും ഒപ്പം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നു. അനുമോള് നിന്നിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഈ കുടിച്ചോ എന്നുള്ളത്. എന്താ വെച്ചാൽ ഓക്ക് കഴിക്കണമെങ്കിൽ കുറേ സമയം വേണം കേട്ടോ. കുറേ സമയം എന്ന് പറഞ്ഞാൽ കുറേ സമയം വേണം. ഓള് സാവകാശേ കഴിക്കുള്ളൂ. ഞങ്ങളാണെങ്കിൽ പെട്ടെന്ന് കഴിക്കും. അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ തലേ ദിവസത്തെ റവയൊന്ന് ചൂടാക്കിയെടുത്തു. അതേപോലെ തന്നെ ചിക്കൻ വരട്ടിയതും ഉണ്ടായിരുന്നു. നാടൻ കോഴിയാണ് കേട്ടോ. അപ്പോൾ രാത്രി ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഒരു കൊതി നാടൻ കോഴിയും അതേപോലെ തേങ്ങാച്ചോറും ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ തേങ്ങാച്ചോറും അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ നന്ദുവിന് തേങ്ങാച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്കും അച്ഛനും അച്ഛമ്മയ്ക്കും ഒക്കെ. ബാക്കി എല്ലാവർക്കും തേങ്ങാച്ചോറിനോട് വലിയൊരു താല്പര്യമില്ല. ഇരിക്കും അനുമോക്കും ഏട്ടനും വലിയൊരു താല്പര്യമില്ല കേട്ടോ. കണ്ണനും നമ്മളെ നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഏതായാലും ചായയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാകണേ തലേ ദിവസം അച്ഛമ്മ ചക്കക്കുരു ഒക്കെ നന്നാക്കി വെച്ചിരുന്നു കേട്ടോ. അച്ഛമ്മ ചക്കക്കുരു നന്നാക്കി, അമ്മ മുരിങ്ങക്കായി നന്നാക്കി. അങ്ങനെ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആക്കുമ്പോൾ നമുക്ക് കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് മാങ്ങയും കൂടിയും വേണമെന്ന് കേട്ടോ ശരിക്കും. പക്ഷെ മാങ്ങയ്ക്ക് പകരം നമുക്ക് പുളി ചേർക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ ചക്കക്കുരു ഒക്കെ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ ചോറൊക്കെ തിളച്ചിട്ട് അത് റൈസ് കുക്കറിലേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ രണ്ടാമത് നമ്മൾ വേറൊരു ചോറും കൂടിയും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചോറല്ല, കഞ്ഞിയാണ് കേട്ടോ. ചെറിയ അരിയില്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടന് നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്തൊന്നും കഴിക്കായിട്ട് ചെറിയ അരി വാങ്ങിയിട്ട് അതുകൊണ്ട് കഞ്ഞി വെച്ചിട്ടാണ് കുടിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ നന്ദു കുറേശ്ശെ ഇങ്ങനെ കുടിച്ചു നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഓനത് ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിലേ കഴിക്കാൻ മടിയാണ് കേട്ടോ. നെയ്ച്ചോറും ബിരിയാണിയാണെങ്കിൽ നല്ലോണം കഴിക്കും. അല്ലാത്ത സാദാ ചോറും കൂട്ടാനും ആണെങ്കിൽ കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ ഈ ഒരു കഞ്ഞി ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് വെച്ചാലും നമുക്ക് പണിയെടുത്താലും വേണ്ടിയില്ല, ഓൻ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പിടി അരി എടുത്തിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. കഞ്ഞിയാക്കിയിട്ട് വെക്കും. ഞാൻ കടയ്ക്ക് പോണതിൻ്റെ മുന്നേ തന്നെ എന്നും വെച്ചേക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം അതൊന്ന് ചൂടാക്കിയെടുക്കും. അങ്ങനെ ചെയ്യാം. ഇന്നാ ഈ വിറകടുപ്പ് കത്തിക്കുമ്പോൾ ആ ഒരു പണി ഒരുങ്ങുമല്ലോ വിചാരിച്ചിട്ട്. അപ്പം ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ നിൽക്കണത് നമ്മളെ നന്ദു അവിടെ ഉണ്ടാവും കേട്ടോ. എപ്പോഴും പിന്നാലെ ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ, ഞാൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഇടങ്ങേറ്. ആദ്യം ഞാൻ പോയ സമയത്തൊന്നും ആൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ആണ് കേട്ടോ ഓനെ അമ്മ ഇവിടെ വേണം എന്നുള്ള ആ ഒരു ചിന്ത വന്നു തുടങ്ങിയത്. പാവാണ് ശരിക്കും. അപ്പോൾ അച്ഛമ്മ അവിടെ നിന്നിട്ട് ഫ്രിഡ്ജിൻ്റെ അവിടെ നിന്നിട്ട് വർത്താനം പറയുന്നുണ്ട്. അതാണ് തിരിഞ്ഞെന്ന് വർത്താനം പറയുന്നത് കേട്ടോ. ഒന്നിപ്പോൾ ഇനി അമ്മയില്ലല്ലോ ഇവിടെ. അപ്പോൾ മറ്റേത് അവിടെ അങ്ങനെ ഉമ്മർത്തിരിക്കുമ്പോൾ രണ്ടാളോടെ വർത്താനം പറഞ്ഞിരുന്നോളും. എനിക്കിവിടെ എൻ്റെ പണികളെടുക്കുക അങ്ങനെയാണ്. അപ്പോൾ അച്ഛമ്മയ്ക്ക് വർത്താനം പറയാൻ അച്ഛമ്മ ഇങ്ങോട്ട് പോകുന്നതാണ്. എനിക്ക് അവിടെ പോയിരിക്കാൻ സമയമായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അച്ഛമ്മ എൻ്റെ പിന്നാലെ നടന്ന് വർത്താനങ്ങൾ പറയുന്നുണ്ട്.
അപ്പോൾ ചായ കുടിച്ച കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. പിന്നെ നമ്മളെ ചക്കക്കുരു ഉണ്ടല്ലോ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ റേഷനരി ഇല്ലേ അതും വെക്കണം കേട്ടോ. നമുക്ക് ഇവിടെ ഞാൻ ആദ്യമേ പറയലില്ലേ, നമുക്ക് വേവുള്ളതും വേണം, റേഷനരിയും വെക്കണം. ഇപ്പോൾ അതാ നമ്മളെ കഞ്ഞിയും കൂടിയും വെക്കണം. നമ്മളെ നന്ദുവിന് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞ മാതിരിയാണ് കേട്ടോ കഞ്ഞി കുടിക്കുക. സ്പൂൺ വെച്ചിട്ടല്ല, കൈ കൊണ്ട് ഇങ്ങനെ വാരിയാണ് കഴിക്കുക കേട്ടോ. കഞ്ഞിവെള്ളത്തുനിന്ന് അവന് ഭയങ്കര ഇഷ്ടമാണ്. കറിയൊക്കെ കൈക്ക് ഒഴിച്ചിട്ട് അങ്ങനെയാണ് കഴിക്കുക. ഞാൻ എപ്പോഴെങ്കിലും വീഡിയോയിൽ കാണിച്ചു തരേണ്ടത്, നല്ല രസമാണ് കഴിക്കുന്നത് കാണാൻ. അപ്പോൾ അതൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അലക്കാട ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ കല്ലുമ്മ തിരുമ്പാനുള്ളതുണ്ട്, കുറച്ച് മെഷീനിലിടട്ടെ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഇങ്ങോട്ട് മെഷീനിൽ കൊണ്ടുവന്നിടാൻ പറ്റൂലല്ലോ, വേർതിരിക്കണമല്ലോ എപ്പോഴും. നല്ലതും പിന്നെ വീട്ടിലിടുന്നതും അങ്ങനത്തെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി തിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ നല്ലതൊന്നും എപ്പോഴും മെഷീനിലിടലില്ല കേട്ടോ. ഏറെ നമ്മൾ കല്ലുമ്മ കൊണ്ടുപോയിട്ട് തന്നെയാണ് അലക്കലുള്ളത്. ഇനി സമയമില്ലെങ്കിൽ ഇവിടെ വെക്കും, എന്നിട്ട് സമയമുള്ളപ്പോൾ നമ്മൾ കല്ലുമ്മ കൊണ്ടുപോയിട്ട് തിരുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഏതായാലും മെഷീനിലുള്ളതൊക്കെ മെഷീനിലിട്ട് അത് ഓണാക്കി കൊടുത്തു. അത് പിന്നെ ഓട്ടോമാറ്റിക് ആവുകൊണ്ട് അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് നല്ല സുഖമാണ്. മറ്റത് വേറൊരു വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, അതിൻ്റെ പിന്നാലെ നിൽക്കണമല്ലോ നമ്മൾ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം കല്ലിൽ പോയി തിരുമ്പി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിലാണെങ്കിൽ നമ്മൾ കുക്കറിൽ എന്തെങ്കിലും വെച്ച പോലെയാണ്. അതിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിസിലടിക്കും കേട്ടോ. അപ്പോൾ പിന്നെ പോയി ഓഫാക്കിയിട്ട് തുണികളെടുത്താൽ മതി. പിന്നെ അതാ നമുക്ക് കല്ലുമ്പോൾ തിരുമ്പാനുള്ളതൊക്കെ അതാക്കണം. ഞാൻ സോപ്പും പൊടിയിൽ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആലോചിച്ചത് കാലൊന്ന് ഉരയ്ക്കട്ടെ എന്നുള്ളത്. കാലിൻ്റെ ആ ഒരു മടമ്പ് ഉരയ്ക്കുന്ന സ്വഭാവം അരിക്കയിലൊക്കെ ഉണ്ടോ, എല്ലാവർക്കും ഉണ്ടാവൂലേ. അപ്പോൾ എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, മടമ്പ് അവിടെ അങ്ങനെ പൊട്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉരച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഭേദം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് വേഗം അത് ഉരച്ചിട്ട് കാലൊക്കെ കഴുകി വീണ്ടും അകത്തേക്ക് തന്നെ കയറിയിട്ടുണ്ട്. കുക്കറിൽ ചക്കക്കുരു അടുപ്പത്ത് വെച്ചതേന്നല്ലോ, അതൊക്കെ വെന്ത് ഞാൻ ഓഫാക്കി വെച്ചിരുന്നു. പിന്നെ ചക്കക്കുരു നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതാക്കണേ നമ്മളെ മുരിങ്ങക്കായും പച്ചമുളകും അതിലേക്ക് വേണ്ട പൊടികളും എല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒറ്റ വിസിലടിച്ചിട്ട് അപ്പം തന്നെ എയർ കളഞ്ഞിട്ട് തുറക്കും കേട്ടോ, അല്ലെങ്കിൽ മുരിങ്ങാക്കൂല് നമുക്ക് കിട്ടൂല കേട്ടോ, ഒക്കെ അതിൽ വെന്ത് ചേരും. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ അതാക്കണ കുറച്ച് അരച്ചൊഴിച്ചു കേട്ടോ. തേങ്ങയും ചെറിയ ജീരകം ഒരു ഇത്തിരി എന്ന് പറഞ്ഞാൽ ഒരു 4-5 മണി മതി കേട്ടോ. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും ചേർത്തിട്ട് അരച്ചൊഴിച്ചു. ഇതിലേക്ക് ശരിക്കും മാങ്ങയാണ് വേണ്ടത് കേട്ടോ, മാങ്ങയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ ഒരു അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം തിള വന്നപ്പോൾ നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതാക്കണേ ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉലുവ വെച്ചിട്ടാണ് താളിച്ചൊഴിക്കുന്നത് കേട്ടോ. കടുക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാനിവിടെ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. മോര് കറീൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ആണല്ലോ ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഉലുവ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നെല്ലാം സാവകാശമാണ് ചെയ്യണത് കേട്ടോ. ഞാൻ വിചാരിച്ചു ചോറിനാൻ എന്തായാലും 1 മണിയൊക്കെ ആവലുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് എല്ലാ പണികളും തീർക്കാന്നുള്ള ഒരു ലെവലിലേക്കാണ് പണികളെടുത്ത് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നന്ദുവിൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഓരോന്ന് ഉണ്ടാക്കും, കളിക്കും, അതൊക്കെ കാണാൻ നമ്മൾ ചെല്ലണം കേട്ടോ. ഇല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര സങ്കടമാണ്. ഇന്നെ നോക്കണില്ലല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടും. അപ്പം ഞാൻ ഏതായാലും ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് പയറും ഉള്ളിയും കൂടി നന്നാക്കി വെച്ചിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഈ ഒരു പയറിന് നല്ല വേവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചത്. ആവിക്ക് വേവിക്കാൻ പറ്റില്ല. അങ്ങനെ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് അതവിടെ കിടന്ന് വേവട്ടെ. കറിയായല്ലോ, പിന്നെ ചോറ് നമ്മളെ റൈസ് കുക്കറിലും ആണല്ലോ, കഞ്ഞി അടുപ്പത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലായ സ്ഥിതിക്ക് ഇതാക്കണം. നമ്മൾ അടിച്ചു വരാൻ വേണ്ടി വന്നതാണ്. ജസ്റ്റ് ഒന്ന് തട്ടിയടിക്കലും കൂടിയാണ് കേട്ടോ. നമുക്ക് പറ്റണോടൊക്കെ ഒന്ന് തട്ടിയടിക്കുന്നുണ്ട്. ഒരുപാട് ഡീപ്പായിട്ടുള്ള ക്ലീനിങ് അല്ലെങ്കിലും ഒരു ചെറിയ രീതിക്ക് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മളിങ്ങനെ പോണവരാണെങ്കിൽ അറിയാം എന്തായിരിക്കും നമ്മളെ വീടിൻ്റെ അവസ്ഥ എന്നുള്ളത്. പരമാവധി നമ്മൾ അത് വൃത്തിയിൽ കൊണ്ടുനടക്കാൻ ശ്രമിക്കും. പിന്നെ മക്കളുള്ള വീടാവുമ്പോൾ നമ്മൾ എത്ര നോക്കിയാലും പിന്നെയും അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു വാരി തുടച്ചിട്ട് പോയാൽ അതേപോലെ ഒന്നും ഇരിക്കൂലല്ലോ, കുട്ടികളുള്ള വീടല്ലേ. അപ്പോൾ ഓല അത് വെട്ടിയിട്ടും ഇത് വെട്ടിയിട്ടും എന്തായാലും ഓല് വലിയതാവുന്നത് വരെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മോളും കണ്ണനും അങ്ങനെയൊന്നും കാണിക്കില്ല കേട്ടോ. നമ്മളെ നന്ദുവാണ്. നന്ദുവിന് വെറും പേപ്പർ കൊണ്ടും പേനയും കൊണ്ടും കടലാസ് പെൻസിൽ കൊണ്ടുള്ള പരിപാടികളാണ് കേട്ടോ. ഓൻ ഓരോന്ന് ഫോണിൽ കാണും, അതപ്പോൾ വന്നുണ്ടാക്കും. ആ ഒരു പരിപാടിയാണ് ആൾക്ക്. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ വെട്ടി കൂട്ടിയിട്ടിട്ടുണ്ടാവും. കുറേ ഓൻ തന്നെ വൃത്തിയാക്കും. പക്ഷേങ്കിൽ പിന്നെ ഉണ്ടാവുമല്ലോ, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഓരേതായാലും ഈ ഒരു കുഞ്ഞു പ്രായത്തിലല്ലേ കളിക്കുള്ളൂ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പോകലില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ നന്നാക്കി കൊണ്ടുനടക്കലാണ്. കുറേ പരമാവധി പറഞ്ഞു കൊടുക്കും, ചെയ്യണ കാര്യങ്ങൾ വൃത്തിയിൽ ചെയ്യണം, എടുത്ത സാധനങ്ങൾ എടുത്തോടത്ത് വെക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കും.
അപ്പോൾ അങ്ങനെയൊക്കെ പരമാവധി ശ്രമിക്കും കേട്ടോ ചെയ്യാൻ. അങ്ങനെ ഇതാക്കണേ ചെറുതായിട്ടൊന്ന് തട്ടിയടിച്ചപ്പോൾ തന്നെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അപ്പം നല്ലോണം ഒന്ന് ആഞ്ഞോങ്ങി ശ്രമിക്കുകയാണെങ്കിൽ ഇതിലേറെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ വിഷുവിന് എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഒരു ചെറുമട്ടത്തിലൊക്കെ ചെയ്തത്. വിഷുവിന് എന്തായാലും എടുക്കണമല്ലോ. ശരിക്കും നമ്മളെ വീട്ടിൽ എനിക്ക് വലിയൊരു പണിയായിട്ട് തോന്നലുള്ളത് അടിച്ചു വാരലാണ് കേട്ടോ. അടിച്ചു വാരുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അകങ്ങളും ഇങ്ങനെ അടിച്ചു വാരി പോരുകയാണെങ്കിൽ, റൂമൊക്കെ അടിച്ചു വാരി പോരുകയാണെങ്കിൽ ഒരു പണിയില്ല. പക്ഷെ നമ്മൾ മുക്കും മൂലയും ജനലും വാതിലും എല്ലാം തുറന്നും അടച്ചും ഒക്കെ നമ്മൾ നോക്കി പോരുകയാണെങ്കിൽ നല്ല പണിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കടയ്ക്ക് പോണ സമയത്ത് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അടിച്ചു വാരാനൊന്നും സമയം ഉണ്ടാവില്ല. അങ്ങോട്ട് അടിച്ചു വാരിയിട്ട് തുടയ്ക്കും, അങ്ങനെ ഒരു പണി ഉണ്ടാവും കേട്ടോ. പിന്നെ ഡെയിലി ഒന്നും ഞാൻ തുടയ്ക്കലില്ല. 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ. ചില ദിവസം അടുപ്പിച്ചടുപ്പിച്ച് തുടയ്ക്കും, പിന്നെ സമയം കിട്ടൂല. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യലുള്ളത്. നമ്മളെ കൊണ്ട് പറ്റണ പോലെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നടന്ന് കിട്ടണമല്ലോ. നമ്മൾ വീട് മാത്രം നോക്കി നടന്നാൽ നമുക്ക് കയ്യിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയുള്ളൂ നമുക്ക് നല്ലപോലെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാനിപ്പോൾ ശരിക്കും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കൂടുതലായി മനസ്സിലാക്കിയെടുത്തത്. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭാവിക്കുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചിന്തിക്കാനും ചെയ്യാനും തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പോൾ എന്താ പറയുക, എല്ലേതും വേണം നമ്മൾ നല്ലപോലെ കൊണ്ടുനടക്കുക. അങ്ങനെ ഏതായാലും മെഷീനിലുള്ള തിരുമ്പലൊക്കെ കഴിഞ്ഞിരുന്നു. പുറത്തുള്ളത് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കിയിട്ടു. പിന്നെ നമ്മൾ നന്ദു ഞാൻ പറഞ്ഞല്ലേ പിന്നാലുണ്ട്. കുറച്ച് സ്ട്രോ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു വേസ്റ്റ് കൊണ്ടുപോലോ, അതിന് മുഴുവൻ പെറുക്കിയെടുത്ത് അതൊക്കെ കഴുകി ഉണക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല വെയിലാണല്ലോ. അപ്പോൾ അത് പേപ്പറിൻ്റെ സ്ട്രോയാണ്. അപ്പോൾ ഓൻ എന്തൊക്കെയാണ് ഉണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യണത്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാക്കണ 1 മണിയായിട്ടോ സമയം. അപ്പോൾ അച്ചമ്മയ്ക്കൊക്കെ ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ അച്ചമ്മൻ്റെ പണി കഴിഞ്ഞോട്ടെ, എന്നിട്ട് മതി കുട്ടിയെ എന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അച്ഛനും അച്ചമ്മയ്ക്കും ഇതാക്കണ ചോറൊക്കെ വിളമ്പി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. കറിയുണ്ട്, പിന്നെ ഇന്നലത്തെ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും അതേപോലെ ഉപ്പേരിയും അച്ചാറും വെള്ളവും എല്ലേതും കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ നന്ദു അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ തിന്നണുള്ളൂ, അമ്മേൻ്റെ പാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ വൈകുന്നേരം 4 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഓലിക്ക് എന്തെങ്കിലും വേണം കേട്ടോ. ഞാൻ ഉള്ള സമയത്ത് കുറേ മുന്നത്തെ വീഡിയോയിലാണെങ്കിൽ കൂട്ടുകാർക്ക് കണ്ടറിയാം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ കുറേ ആയിട്ട് ഓല് ഇതൊക്കെ മിസ് ചെയ്യണമെന്ന് പറയലുണ്ട് കേട്ടോ. ഏട്ടനും കൂടി എന്നാൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ 4 മണി ചായക്ക് അടയായിട്ടും കലത്തപ്പായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കിട്ടണില്ലല്ലോ, അതൊക്കെ തിന്നാൻ പൂതിയായി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഞാനും അത് ചിന്തിക്കലുണ്ട് കേട്ടോ. എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കഴിക്കണേക്കാളും കൂടുതൽ ഓൽക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറിനൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവും കൂട്ടി വെച്ചിട്ടുണ്ട്. മൈദ ചേർത്തിട്ടാണ് കേട്ടോ, ശർക്കര പാവ് ഒഴിച്ചിട്ട്. ഈ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെ ചെറിയ ജീരകവും ചുക്കും ഏലക്കായും പൊടിച്ചതും കൂടി ഉണ്ടായിരുന്നു. അതും നാളികേരക്കൊത്തൊക്കെ ഇട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ടൈം കണ്ടില്ലേ ഇത്രയായിട്ടോ. അപ്പോൾ നമ്മളെ മുടിക്കെട്ട് രാവിലെ കെട്ടിയതാണ്. അത് പിന്നെ അങ്ങോട്ട് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. പണിയാണെങ്കിൽ പിന്നെ അയക്കുകയാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ കാര്യങ്ങൾ അങ്ങനെ നോക്കൂലല്ലോ. അപ്പോൾ എല്ലാതും കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോയി ഒന്ന് വിശ്രമിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞ് പ്രത്യേകിച്ച് തുടയ്ക്കൽ കഴിഞ്ഞാൽ തന്നെ വലിയൊരു സുഖമാണ്. ഞാൻ പറഞ്ഞില്ലേ അടിച്ചു വാരലാണ് വലിയൊരു പണി. ആ തുടയ്ക്കൽ ഈസിയാണ്, പക്ഷേ ആ തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ, നമ്മൾ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കൂട്ടോ എങ്ങനെയാണ് കിടക്കണമെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നോക്കുന്നത്. അങ്ങനെ ഒന്ന് തിരിഞ്ഞ് നോക്കിയതാണ്. പിന്നെ അതാ നമ്മളെ ചോറിനലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ നന്ദുട്ട് അതാക്കണം ഇവിടെ ഓരോന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കിടക്കൊന്നും വേണ്ട, നമുക്ക് തറവാട്ടിക്കൊന്ന് പോവാന്നുള്ളത്. ഞങ്ങൾ താഴത്തേക്കൊക്കെ പോയിട്ട് അമ്മായിൻ്റെ വീട്ടിലേക്കും തറവാട്ടിക്കൊക്കെ പോയിട്ട് കുറേ ആയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി വരില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും കണ്ണനും നന്ദും കൂടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തറവാട്ടിക്ക് പോണ വഴിയൊക്കെ നല്ലോണം നന്നാക്കിട്ടോ. ഇവിടെ ആദ്യം കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. കുറേ മുന്നത്തെ വീഡിയോയിലൊക്കെ പഴയ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും, പുതിയ പുതിയ കൂട്ടുകാർക്കാവും അറിയാത്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കുടുംബത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. താങ്ക് യു.